പോവാ? മിസ് ഏ? ടെമ്പിൾ. എവിടെ പോവാണ്? നമ്മൾ ഭദ്രന്റെ വീട്ടിലും പോവാണ്, പിന്നെ അമ്പലത്തിലും അമ്പലത്തിൽ പോവാണോ? ആണ്. പക്ഷെ ഷാർജയിലും അമ്പലമൊക്കെ ഉണ്ട്. ഷാർജയിലല്ല, നമ്മളിപ്പോ ദുബായില്. ദുബായിലും അമ്പലമൊക്കെ ഉണ്ട്. ആണോ? ഇതെന്റെ മുടിയാണ്. ഓ, you have long hair. യെസ്. ലച്ചുമ്മാ, വിശക്കണുണ്ടോ? വിശക്കണോ? എന്താ വേണ്ട കഴിക്കാൻ ലച്ചുമ്മയ്ക്ക്? ചിക്കൻ, ബനാന, ചോക്ലേറ്റ്. കുറച്ച് ഭക്തിസാന്ദ്രമായിട്ടൊരു ദിവസം തുടങ്ങാന്ന് വിചാരിച്ചപ്പം നെച്ചമ്മയ്ക്ക് ചിക്കനാണ് പോലും വേണ്ടത്, അതും അമ്പലത്തിൽ പോകുന്ന ദിവസം. പിന്നെ ഒരു പൂരി ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് നെച്ചമ്മയെ അവിടെ ഹാപ്പിയാക്കി ഇരുത്തി. ഒരു ഹോളിഡേ വന്ന് എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴേ രാത്രിയിൽ വിചാരിക്കും നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കാലത്ത് നേരത്തെ എണ്ണീറ്റ് കാര്യമായിട്ട് പോകണമെന്ന്. പക്ഷെ എണ്ണീറ്റ് വരുമ്പോൾ ഹോളിഡേ ആണെങ്കിൽ നല്ല താമസിക്കും. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പോകാന്ന് വിചാരിച്ചു. പിള്ളേർ സെറ്റിനെ എല്ലാം കൂടെ ഒരു വണ്ടിയിലാക്കി. കാരണം അവർക്കും അത് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരോടും ഒന്നിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അവര് ചിരിച്ച് കളിച്ച് രസിച്ചൊക്കെ പോകുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പോലും പണ്ട് നമ്മൾ കസിൻസ് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഒരു വലിയ യാത്രകളൊന്നും അല്ലെങ്കിലും ചെറിയ യാത്രകൾ പോകുന്നത് തന്നെ ഇപ്പോഴും അത് വല്ലാത്തൊരു നല്ലൊരു ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ടല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാക്കുക ലൈഫിൽ എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ ചൈൽഡ്ഹുഡിലെ സംബന്ധിച്ച്. പിന്നെ ഒരു സമയത്ത് നമുക്ക് ആലോചിക്കാനും ചിരിക്കാനും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ അത് ഞങ്ങൾ മാക്സിമം നോക്കാറുണ്ട്. അമ്പലത്തിൽ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പതിവിനെക്കാട്ടിൽ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു കിട്ടാന്, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. അമ്പലം ഫസ്റ്റ് ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, മേളിലോട്ട് അത് അലൗഡ് അല്ല. അങ്ങനെ തൊഴുതിറങ്ങി. ഇത്തിരി തിരക്കുണ്ടായിരുന്നാലും നല്ല രസമായിരുന്നു, കുറെ ആളുകളും പ്രാർത്ഥനയും. നമ്മുടെ മൈൻഡൊക്കെ നല്ല റീഫ്രഷ് ആയി. അവിടെ നീട്ടിയ പ്രസാദമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ഫെസ്റ്റിവൽ പ്ലാസ മാളിലാണ് പോയത്. ഇവിടെ ഒരു ഐക്യുണ്ട്, അപ്പൊ നമുക്ക് എങ്കിൽ പിന്നെ ഐക്യയിൽ വരെ പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഐക്യയിലോട്ട് കയറുന്ന എൻട്രൻസിൽ ഒരു ചെറിയൊരു കിഡ്സിനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റി ഏരിയാസ് ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അവർ നന്നായിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ ഞാനും ചേച്ചിയും പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്കൊന്ന് കയറി നോക്കിയാലോ. കാരണം നമുക്ക് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഐക്യയിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്യും, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഈ ഇരിക്കുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഇല്ലാത്ത ഒന്ന് രണ്ടെണ്ണം ഞാൻ പിന്നെ വാങ്ങി. പിന്നെ ഞാൻ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് സെക്ഷനിലായിരുന്നു പോയത്. ഇവിടെ നല്ല പൈസയുള്ള ഇതുമുണ്ട്, വളരെ ചെറിയ പൈസയിലുള്ളതും ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. പക്ഷേ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അടുത്ത മാസം നാട്ടിലൊക്കെ പോകുന്ന പ്ലാൻ ഉള്ളതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്നാലും ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് ഇങ്ങനെ പോയി. ഈ ഒരു പോട്ട് നല്ലതായിരുന്നു, പക്ഷെ ഇതിന് വേണ്ടതൊക്കെ ഒരു ചെടി എൻ്റെ കയ്യിൽ ഇല്ലെന്നാനും എനിക്ക്. പക്ഷെ ഞാൻ വേറൊരു ടൈപ്പ് പോട്ട് തപ്പി നടക്കുന്നുണ്ടായിരുന്നു, അതുണ്ടോയെന്ന് നോക്കാം. എനിക്കൊരു പാം ട്രീ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടൈപ്പ് ഒരു പോട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഗ്രഹം അവിടെ തന്നെ അങ്ങ് വെച്ചു. എവിടെയെങ്കിലും എൻ്റെ ഒരു ബഡ്ജറ്റിന് അത് കിട്ടുമായിരിക്കും, അപ്പൊ നോക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഇൻഡോർ പ്ലാന്റും അത്യാവശ്യം ഇപ്പോൾ ഒരു ചെറുതായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നാട്ടിലൂടെ പോയിട്ട് തിരിച്ചു വരുമ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, അന്നേരം ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് അത് അവിടെ മനസ്സോടെ ഞാൻ തിരിച്ചു വെച്ചു. വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. കുറെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഇത് ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 15 ദിറംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് ഒരു ഹോം ഡെക്കറായിട്ട് ഇപ്പൊ എന്താ പറയുക, ഡോറിന്റെ ബാക്കിലായാലും അല്ലാതെ ഹോം ഡെക്കറായിട്ട് ഉപയോഗിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് എടുത്തു. അങ്ങനെ ഞാൻ ഇത് എടുത്തെങ്കിലും കൗണ്ടറിൽ ചെന്നപ്പോൾ ശ്രീകാന്ത് എന്നോട് പറഞ്ഞു ഇത് കൊള്ളാമോ, വലിയ രസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു മൈൻഡിനെ മാറ്റി. പിന്നെ ഞാനത് അവിടെ ഉപേക്ഷിച്ചു. കുറേ ഫ്രെയിംസിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഫ്രെയിംസിലും കുറേ ചെറിയ പൈസയിലുള്ളതുണ്ടായിരുന്നു.
എനിക്ക് ഈ ഒരു ഫ്രെയിം നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു, എങ്കിലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഒരു സ്റ്റഡി ഏരിയയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ടായിരിക്കും. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു സാധനം കണ്ടത്. ഇത് നമ്മുടെ ഈ ലഡാക്ക് ഫ്ലാഗ്, അങ്ങനെയല്ല ഇതിന് പറയുന്നത്. ലഡാക്കിലൊക്കെ പോകുന്ന കുട്ടികൾ ഇങ്ങനെ ബൈക്കിന് ഫ്രണ്ടിലിട്ട് പോകുന്ന ആ ഫ്ലാഗ് പോലെ എനിക്ക് തോന്നി. പക്ഷെ അതല്ലായിരുന്നു സംഭവം, അതൊരു ഡോർ ഡെക്കറായിരുന്നു. ഇനി നമുക്ക് പോയിട്ട് ചേച്ചിക്ക് ഒരു മാറ്റ് തപ്പാം, ചേച്ചിക്ക് ഒരു മാറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനം കണ്ടപ്പോൾ, ഇത് മാറ്റാണ്, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഹോസ്പിറ്റലുകളിൽ വിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തോന്നി. അങ്ങനെ കുറെ മാറ്റുകൾ കണ്ടെങ്കിലും അവസാനം നമ്മൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ദേ ഈ ഒരു മാറ്റ് എടുത്തു. അതല്ല, ദേ ഇവൻ, ഈ ഗ്രീൻ. കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മൾ ഹാളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത്. ആ സമയത്ത് ഞാനിങ്ങനെ നോക്കി നടന്നൊരു റഗ്ഗായിരുന്നു ഇത്. പക്ഷെ അന്ന് ഞാൻ നോക്കി നടന്ന ഷോപ്പിൽ, അതായത് സഫാരിയിലോ അങ്ങനെയൊന്നും അത് കണ്ടിട്ടില്ലായിരുന്നു. ഐക്യയിലോട്ട് ഞാനന്ന് നോക്കിയിട്ടില്ലായിരുന്നു, കാരണം അത്യാവശ്യം വില ഉണ്ടെന്ന് അറിയായിരുന്നു. അങ്ങനെ അത് ഇവിടെ കണ്ടു, അതേ സെയിം സാധനം. പിന്നെ എനിക്ക് കോഫി ടേബിളിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് വേണമായിരുന്നു, പക്ഷെ അത് ഇവിടുന്ന് കിട്ടിയില്ല. ഞാൻ നോക്കിയൊരു ടൈപ്പ് കിട്ടിയില്ല. അത് ഇനി നാട്ടിൽ പോകുമ്പോൾ അവിടുന്ന് ഓൺലൈനിൽ നിന്ന് വല്ലതും വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ലൈറ്റിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ലൈറ്റിൻ്റെ കളക്ഷനൊക്കെ അത്യാവശ്യം ചിലതിനൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു. അങ്ങനെ ഐക്യെന്ന് ഒരു ചെറിയ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ചേച്ചിക്ക് വേണ്ടൊരു ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ അവർ നേരെ അങ്ങോട്ടും, നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. നമ്മൾ നേരെ ഗാർഡൻസിലോട്ടും വിട്ടു. ഐക്യെന്ന് ചെറുതാണെങ്കിലും പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം ചെറിയ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഹോളിഡേയിൽ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ എനിക്ക് കുറേ പ്ലാൻസ് കാണും, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ. ഇന്നത്തെ എൻ്റെ കഴിപ്പിലുള്ള ഒരു മെയിൻ പ്ലാൻ ആയിരുന്നു, എനിക്കൊരു താലി റൈസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ വസന്തഭവനിൽ താലി റൈസിന് വേണ്ടിയിട്ട് ചെന്നെങ്കിലും താലി റൈസ് 3 മണിയായിട്ട് തീർന്നു പോയിരുന്നു. പിന്നെ ഞാൻ ഈ ശ്രീനിധിയുടെ നൂഡിൽസിന്റെ പകുതി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു.